ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ രേവതിക്ക് സന്തോഷമായിട്ടോ. രേവതിക്ക് മാത്രമല്ല, നമ്മുടെ സച്ചിക്കും മനസ്സിലായി രേവതിക്ക് സച്ചിയോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. കാരണം ആ ഒരു കിണറ്റിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വീഴാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി കയറി പിടിക്കാനൊക്കെ തുടങ്ങി. അതിനോടൊപ്പം തന്നെ സച്ചി നമ്മുടെ രേവതിനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കും സന്തോഷമായല്ലോ, മുത്തശ്ശിക്കും സന്തോഷമായി. കാരണം മുത്തശ്ശി ഇവരുടെ ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിൽ എത്തിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധി ഇപ്പോൾ ഒരു പുതിയ ഓഫീസിൽ ചാർജ് എടുത്തു. അവിടെ ഒരു പുതിയ ജോലിയൊക്കെ കിട്ടി. ആ ഒരു ജോലി ശരിയാക്കി കൊടുത്തത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കെയർ ഓഫിലാണ് അവിടെ ഇപ്പോൾ ആ ഒരു ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ വിളിച്ച് മേഡമുണ്ട്. അപ്പോൾ ആ ഒരു, അതായത് MD മേഡമാണ് കേട്ടോ, ഒരു ലേഡിയാണ്. അപ്പോൾ ആ ഒരു ലേഡി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ കാര്യം അറിയാമല്ലോ, എല്ലായിടത്തും കയറി അങ്ങോട്ട് ചെന്ന് ഓവറായിട്ട് ഇടപെടും. അപ്പോൾ സുധിയുടെ ഐഡിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ആകെ മൊത്തം ഒരു സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും നമ്മുടെ കമ്പനിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഇരുന്ന് വേറൊരു സ്റ്റാഫ് പറഞ്ഞു, ഓഹോ, താൻ വന്ന വഴിക്ക് തന്നെ ഇനിയിപ്പം ഡെവലപ്പാക്കാൻ നിൽക്കുകയാണോ? അല്ല, താൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. തനിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇവിടെ നിന്ന്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമോ? പിന്നെ എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ, തനിക്കിതുവരെ മനസ്സിലായില്ലേടോ, ദേ കമ്പനി ഇങ്ങനെ പോയാൽ പോരാ, ഇതിനേക്കാളും ഉയർച്ചയിൽ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആകെ മൊത്തം സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന വേറൊരു സ്റ്റാഫ് പറഞ്ഞു, ഈ സിസ്റ്റം എന്ന് താൻ ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടറാണോ? ഇനിയിപ്പോൾ താൻ വന്ന സ്ഥിതിക്ക് ഇവിടെ വേറെ പുതിയ കുറേ കമ്പ്യൂട്ടറൊക്കെ മേടിക്കാനാണോ? അതുകൊണ്ടാണോ താൻ ഇങ്ങനെ സിസ്റ്റം എന്ന് പറഞ്ഞപ്പം ഞാൻ ആ സിസ്റ്റം അല്ല പറഞ്ഞത്. ഇവിടെ ആകെ മൊത്തം ഒന്ന് പരിഷ്കരിക്കണം. അതായത് ഇവിടെ മൊത്തം എല്ലാം ഒന്ന് മാറ്റി കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കമ്പനി മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ കമ്പനിക്ക് കിട്ടുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് അടുത്ത് നിന്ന് അയാൾ ചിരിച്ച് കളിയാക്കി കേട്ടോ. ഈ സിസ്റ്റത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും വന്ന് കയറിയില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയില്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ച് കളിയാക്കി. ഇപ്പം നമ്മുടെ സുധിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സുധിയാണെങ്കിൽ അയാളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു MD നമ്മുടെ സുധീനെ വിളിക്കുകയാണ്. അപ്പോൾ സുധിയോട് കയറി വരാൻ പറഞ്ഞു. സുധി MDയുടെ ആ ഒരു ക്യാബിനിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഒരു കത്തെടുത്ത് കൊടുത്തു. കത്തെന്ന് പറഞ്ഞാൽ ഒരു ഇതെടുത്ത് കൊടുത്തു, ഒരു പേപ്പർ എടുത്ത് കൊടുത്തു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സുധീനെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും, ഇത് എന്താണ് മേഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, താൻ ഇനി ഇവിടെ വേണ്ട, തനിക്ക് ഇനി ഇവിടെ അർഹതയില്ലെന്ന് താൻ കൂട്ടിക്കോ, താൻ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. ഏതായാലും അതിനു മുമ്പ് തന്നെ തൻ്റെ സ്വഭാവമൊക്കെ പൊതുവെ ഒന്ന് അറിഞ്ഞത് നന്നായി. പിന്നെ തനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ഇവിടെ വെച്ചത്. അപ്പോൾ പിന്നെ താൻ ഇവിടെ ഉള്ളവരെ കയറി അങ്ങോട്ട് മേയാൻ നോക്കരുത്, അതുകൊണ്ട് വേണ്ട, പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ സുധിക്ക് വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി. സുധി അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുകയാണ്. എന്താണെന്നൊന്നും സുധിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മേഡത്തിനോട്, അതായത് MDയോട് സുധി ഒന്നും പറഞ്ഞിട്ടുമില്ല, അവിടെയുള്ള സ്റ്റാഫിനോടാണ് പറഞ്ഞത്. അവർ രണ്ടുമാണ് വഴക്കായത്. എങ്കിൽ പിന്നെ ആ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടൂടെ, നമ്മുടെ സുധീനെ പറഞ്ഞു വിടേണ്ട കാര്യമില്ലല്ലോ എന്നായി നമ്മുടെ സുധിയുടെ ചോദ്യം. അപ്പോൾ അവിടെ നിന്ന ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങളുടെ മേഡം ഇതെന്താടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് എന്നെ ഡിസ്മിസ് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അല്ല, അയാളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയതാണോ? അത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ പറയുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നരുത്. തൻ്റെ ഈ മേഡമില്ലേ MDയും ഞാൻ വഴക്കടിച്ച അയാളും തമ്മിൽ എന്തോ ചെറിയ കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും അവിഹിതം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ നിന്ന സ്റ്റാഫ് പറഞ്ഞു, അതായത് നമ്മുടെ സുധിയോട് സംസാരിക്കുന്ന അയാൾ പറഞ്ഞു, ദേ താൻ എന്തൊക്കെയാണോ ഈ വിളിച്ച് പറയുന്നത്, ദേ വേറെ ആരും കേൾക്കരുതെന്ന് പറഞ്ഞപ്പം, അല്ല പിന്നല്ലാതെ ഞാൻ എന്താ പറയുക, ഞാനുമായിട്ട് അയാളും ഞാനും തമ്മിലുള്ള വഴക്ക്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിന് ആ MD എന്നെ പുറത്താക്കണമെങ്കിൽ അയാളോട് എന്തോ ഒരു മമത ഉണ്ടായിട്ടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞു, മമതയുണ്ട്. മമത കാണാതിരിക്കുന്നത് എങ്ങനെയാ? ഈ പറയുന്ന അയാളില്ലേ, അയാൾ ആരാണെന്നറിയാമോ? ഇവിടുത്തെ MDയുടെ ഭർത്താവാ.
ഇത് കേട്ടതും നമ്മുടെ സുധി ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം സുധിക്ക് വേറൊന്നും പറയാൻ പറ്റാതെ ഒരവസ്ഥയായിപ്പോയി. സുധി പറഞ്ഞു, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. അത് താൻ അറിഞ്ഞില്ല. അതാണ് പറയുന്നത്, സംസാരിക്കുമ്പം നോക്കിയും കണ്ടും സംസാരിക്കണം. തൻ്റെ ഈ വാ വെച്ച് എവിടെ താൻ ജോലിക്ക് പോകാൻ ശ്രമിച്ചാലും താൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇവിടെ വേറെ ആരും ഇത് അറിയാത്തത് നന്നായി. വിട്ടുവെക്കോ ഒരു അവിഹിതം കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്ത് പോയി. ഏതായാലും നമ്മുടെ സുധി ഭയങ്കര നിരാശയോടുകൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താകട്ടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മുടിയൊക്കെ പോകും, അലങ്കോലമായിട്ട് പോകും. മൊത്തം ഇത് സ്റ്റൈലാക്കി ഇട്ടേക്കുവാണല്ലോ, നമ്മുടെ ചന്ദ്രനെ മൊത്തം മാറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്രൻ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ, പോയി കിടന്ന് ഉറങ്ങുക, അപ്പോൾ ഇരുന്നുറങ്ങുക. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ പറയാൻ മനുഷ്യ, ദേ ഇതൊക്കെ 10,000 രൂപയാകും ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന്. അതും ഒരു ദിവസം കൊണ്ട് ഈ 5,000 രൂപയുടെ മേക്കപ്പൊക്കെ കളയാന്ന് വെച്ച് കഴിഞ്ഞാലേ അത് വലിയ നഷ്ടമല്ലേ. ഒരു 2 ദിവസമെങ്കിലും മിനിമം നിൽക്കണ്ടേ? അല്ല അപ്പം നീ കുളിക്കുന്നില്ലേ? ഇനിയിപ്പോൾ 2 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ എന്നെ കാണാൻ എന്ത് സുന്ദരിയാണെന്ന് നോക്കിയേ. അന്ന് കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയപ്പോൾ പോലും ഇത്രയ്ക്ക് സുന്ദരിയല്ലായിരുന്നു. ഏതായാലും എൻ്റെ മരുമകളുണ്ടല്ലോ, അവളുടെ കഴിവ് തെളിയിച്ചു. പിന്നെ എനിക്ക് ഓൾറെഡി സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ സത്യം പറഞ്ഞ കോമഡിയാണ്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തെങ്കിലും കാണിക്കുക. അതെ ചന്ദ്രേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ വെറുതെ ഇങ്ങനെ നിൻ്റെ ഉറക്കം കളഞ്ഞ് നീ വെറുതെ എന്തിനാ ഇങ്ങനെ അസുഖമൊക്കെ വലിച്ച് വരി വെക്കുന്നത്? ഉറക്കമില്ലെങ്കിൽ അത് അസുഖത്തിലൊക്കെ ചെന്ന് അവസാനിക്കും. പിന്നെ വെറുതെ എന്തിനാ ഉള്ള ഭംഗിയും കൂടെ നശിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അസൂയയും കുശുമ്പും ആ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ്റെ മെക്കിട്ട് കയറി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ചന്ദ്ര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല എന്താ പറയാനുള്ളത്? പറഞ്ഞോളാൻ പറഞ്ഞു. അത് വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഏതായാലും സുധിയുടെ വിവാഹമൊക്കെ വരുമല്ലേ, നമുക്ക് തറവാട് വരെ ഒന്ന് പോകണ്ടേ, അമ്മേനെ പോയി ഒന്ന് കാണണ്ടേ, അമ്മേനെ പോയി വിവാഹത്തിനൊക്കെ ഒന്ന് ക്ഷണിക്കണ്ടേ എന്ന് പറഞ്ഞപ്പം നിങ്ങളെന്താ പറയുന്നത്? നിങ്ങളുടെ അമ്മേനെ ക്ഷണിക്കാൻ ഞാൻ വരാനോ? ദേ എന്നെ കിട്ടൂല. അത് ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അന്ന് കുറി ഞാൻ കീറിയിട്ടിട്ട് പോന്നതാ. അത് ഒന്നിച്ചാൽ പോലും ഞാൻ അങ്ങോട്ടേക്ക് കയറില്ല. എനിക്ക് പറ്റില്ല നിങ്ങളുടെ തള്ളയുടെ മുഖം കാണാനും നിങ്ങളുടെ തള്ളയുടെ ഉപദേശം കേൾക്കാനും. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ അത് മതി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ രേവതി പുരാണം ഒരുപാട് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് ഇനി രേവതി പുരാണം കേൾക്കാനോ? എനിക്ക് പറ്റില്ല. നിങ്ങളുടെ അമ്മയായിട്ടേ ഞാൻ സെറ്റാവില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അന്ന് പറഞ്ഞതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി എൻ്റെ കാലെടുത്ത് വെച്ച് കുത്തൂലെന്ന്. അതുകൊണ്ട് ഞാൻ വരില്ല. നിങ്ങൾ വേണമെങ്കിൽ വിവാഹം പോയി വിളിക്കുവോ, വിളിക്കാതെ ഇരിക്കുവോ, വേണമെങ്കിൽ സുധീനെ കൊണ്ടൊക്കെ, അല്ലാതെ ഈ ചന്ദ്ര ഇനി നിങ്ങളുടെ അമ്മയുടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഒത്തിരി കാര്യമൊന്നും പറയുന്നില്ല. ചന്ദ്രയോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. ഏതായാലും ചന്ദ്രയോട് പറഞ്ഞു, എടി അത് വയസ്സായവരല്ലേ, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും വയസ്സായത് പോലും നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ നിങ്ങളുടെ അമ്മേനെ ന്യായീകരിക്കുകയും എന്നെ തള്ളിക്കളയുകയല്ലേ ചെയ്യുന്നത്. എനിക്കൊന്നും പറ്റില്ല. നിങ്ങളെ പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും ചന്ദ്ര രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെയും ചന്ദ്ര ഉറങ്ങാതെ വീശി പിറക്കിയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ദൈവമേ, കിടന്നു കഴിഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ മൊത്തം പോകൂല്ലോ എൻ്റെ ഈശ്വര. ഇനി ഇതുപോലെയൊക്കെ ആക്കണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. എന്നും ഇതുപോലെ കിടക്കുവാണെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ഏതായാലും രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് മനുഷ്യൻ്റെ സമനില തെറ്റി നമ്മുടെ രവീന്ദ്രനും അവിടെ കിടന്നുറങ്ങി കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതീനെയാണ്. അപ്പോൾ അവിടെ നേരം വെളുത്തു. തറവാട്ടിലാണല്ലോ ഉള്ളത്, അച്ഛമ്മയുടെ അടുത്തപ്പം നേരം വെളുത്ത ഉടനെ നമ്മുടെ രേവതി അവിടെ കോലം ഇടുന്നു, വിളക്ക് കത്തിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം പെൺകുട്ടികളായ ഇങ്ങനെ വേണമെന്നൊക്കെ പാറൂട്ടിയോട് പറയുക. കണ്ടില്ലേ എൻ്റെ മോള് ചെയ്യുന്നത്. ഇതുപോലൊരു പെൺകുട്ടീനെ കിട്ടാനേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തോ പുണ്യം ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ സച്ചിക്ക് തന്നെ ഇവളെ വിധിച്ചല്ലോ. കാരണം സച്ചിക്ക് അത്ര നല്ല മനസ്സുള്ളവനാ. അതുകൊണ്ട് ആ സുധിക്ക് കിട്ടാതെ ഇവളെ സച്ചിക്ക് കിട്ടിയത്. ഏതായാലും കൊള്ളാം. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതീനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രേവതി ആണെങ്കിൽ വിളക്ക് കത്തിക്കുന്നു. അപ്പം ഈ വക കാര്യം ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ശരിയാണ്, പക്ഷേ എൻ്റെ പൊന്നെ ഇതിലെന്തോ ചെറിയൊരിതുണ്ട് എന്ന് നമ്മുടെ പാറൂട്ടിയമ്മ പറഞ്ഞു. അപ്പം പാറൂട്ടിയമ്മയോട് നീ എന്താ ഈ പറയുന്നത് പാറൂട്ടിന്ന് ചോദിച്ചപ്പം അതെ വേറൊന്നുമല്ല, ഈ രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതും ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരുന്നതല്ലേ.
അപ്പം അങ്ങനെ ചെയ്യാന്നുള്ളത് അതത്രയ്ക്ക് നല്ല കാര്യമാണോ? ഏതായാലും രണ്ടും തമ്മിൽ നന്നായിട്ട് ചേരുവൊക്കെ ചെയ്യും, രണ്ടും തമ്മിൽ നല്ല മാച്ചൊക്കെയാണ്. പക്ഷെ അവരിതുവരെ വേറൊന്നിലും ഒന്നിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ പാറൂട്ടി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അച്ചമ്മയും ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, ഇപ്പോൾ ഈ രാവിലെ എണീറ്റ് വന്ന് വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം ശരിയല്ലല്ലോ. അതുമല്ല, ഇത്ര നേരത്തെയൊക്കെ എണീറ്റ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ കിടന്നിട്ട്, അതും ഇത്ര ദിവസം ആയതല്ലേ ഉള്ളൂ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്, ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മുടെ അച്ചമ്മയ്ക്കും തോന്നുകയാണ്. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ പ്രായമായവരാ, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഒന്നും നോക്കണ്ട, ഞാൻ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തോളാം, എല്ലാം ചെയ്ത് പറക്കിക്കോളാം എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് സംശയം അങ്ങോട്ട് കൂടുകയാണ്. ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവർ ഈ പുറത്തടി വെക്കുന്നത് പോലെ തന്നെ റൂമിനകത്തും ഇവർ രണ്ട് തന്നെയാണ് എന്ന ഒരു സംശയം തോന്നിയിട്ട് പാറൂട്ടിയമ്മ അടുക്കളയിലേക്ക് പോയി. എങ്കിൽ പിന്നെ മുത്തശ്ശി റൂമിലേക്ക് പോയി നോക്കുകയാണ്. റൂമിലേക്കൊന്ന് ചുമ്മാ ചെന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പം ദാണ്ട കിടക്കണം നമ്മുടെ സച്ചി നിലത്ത് പായും വിരിച്ച് കിടക്കുന്നു. ഇത് കണ്ടതോടുകൂടി അച്ചമ്മയുടെ റിലേയും വള്ളിയും പുള്ളിയൊക്കെ പോയി. അച്ചമ്മയ്ക്ക് കാര്യം പിടികിട്ടി. ഏതായാലും ഇനിയിപ്പം ഇവർ ഇതുവരെ കല്യാണം കഴിഞ്ഞ് 3 മാസം കൊണ്ടായെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടും ഇവർ ഒന്നിച്ചിട്ടില്ല, ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ച് തുടങ്ങിയിട്ടില്ല, ഇവർ അടുത്ത് തുടങ്ങിയിട്ടില്ല എന്ന അവട്ടെന്ന് നമ്മുടെ അച്ചമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ അച്ചമ്മ എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കും. അച്ചമ്മ പരിഹാരം കണ്ടുപിടിക്കാതെ വിടില്ലല്ലോ. അങ്ങനെ നമ്മുടെ അച്ചമ്മ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും നല്ലൊരു വിഷമത്തിലൊക്കെയാണ് ഉള്ളത്. ഇവരെ എങ്ങനെ ഒന്നിപ്പിക്കും എൻ്റെ ഈശ്വര, ഇതെന്താ ഞാൻ ഈ കാണുന്നത് എന്നൊക്കെ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ശേഷം കാണിക്കുന്ന വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നെന്താ ഓഫീസിലൊന്നും പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പോയില്ല, അത് ഞാനൊരു കാര്യം പറയാനും കൂടെ വേണ്ടിയാണ് വന്നത്, എനിക്ക് വല്ലാത്ത തലവേദന, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു ഓഫീസിൽ. തലവേദനയോ, എങ്കിൽ പിന്നെ ഞാൻ നല്ലൊരു മസാജ് ചെയ്ത് തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പം അതൊന്നും വേണ്ട, എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞപ്പോൾ, ടെൻഷനോ എന്തിനാ, ഇനിയിപ്പോൾ വിവാഹക്കാരും ഓർത്താണോ ടെൻഷൻ എന്ന് ചോദിച്ചപ്പോൾ, വിവാഹക്കാരും ഓർത്തൊന്നും അല്ല എൻ്റെ ടെൻഷന്, അത് വേറെ ഒന്നുമല്ല ശ്രുതി, എൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ജോലി പോയെന്നോ, അതെങ്ങനെ, ഈയിടെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ജോലി പോയോ? അത് ഞാനിപ്പോൾ എങ്ങനെയാ ശ്രുതിയോടത് പറയുക, ശ്രുതിക്ക് വിഷമാവൂലേ, ദയവ് ചെയ്ത് എന്നോട് ദേഷ്യപ്പെടരുത് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ലേഡി ആയിരുന്നു അവിടുത്തെ ഓഫീസറും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ മനസ്സിലെ ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു ശ്രുതി, പക്ഷെ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞത്, പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഐഡിയാസൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമാകുകയും എനിക്ക് അവിടെ ഒരു ചെറിയൊരു ഇത് പറ്റുകയും ചെയ്തു, ഒരു അബദ്ധം പറ്റുകയും ചെയ്തു. ആ മേഡത്തിൻ്റെ ഭർത്താവായിരുന്നു അത്, അയാളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് എന്നെ അവിടെ ഡിസ്മിസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആദ്യം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു ജോലി കഷ്ടപ്പെട്ട് മേടിച്ചാണ് നമ്മുടെ ശ്രുതി കൊടുത്തത്. അപ്പോൾ തൊട്ടടുത്ത് കൂട്ടുകാരി നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് നമ്മുടെ ശ്രുതി ഇത് പറയുമ്പോൾ തന്നെ പേടിച്ച് വിറച്ചാട്ടോ പറയുന്നത്, ഇനി ശ്രുതിയുടെ വായിലിരിക്കുന്ന കേൾക്കൂലോ എന്ന് ഓർത്തിട്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരു ഒറ്റ ചിരിയായിരുന്നു. ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല ശ്രുതി, നീ എന്തിനാ ഈ പേടിക്കുന്നത്, നീ എൻ്റെ അടുത്ത് എന്തിനാ ഈ പേടിക്കുന്നത്? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് നിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കമ്പനിയിൽ ജോലി ചെയ്യേണ്ട കാര്യം നിനക്കുമില്ല. ഏതായാലും നീ ചെയ്തത് നല്ല കാര്യമാണ്. കാരണം നിൻ്റെ അഭിപ്രായങ്ങൾ പറയണമല്ലോ, അതെല്ലാം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്ന് പറയണം. അതൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചൊരു കമ്പനിക്ക് വേണ്ടി കിടന്ന് അധ്വാനിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇത് ജോലി പോയൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിക്ക് അപ്പോൾ ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല, ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി അത് കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ശ്രുതി പേടിക്കുന്നതെന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായിട്ട്. പക്ഷേ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിച്ചു, അല്ലടി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അയാൾക്കൊരു ജോലി നീ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തു, ആ ജോലി ഇല്ലാതെ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത്? ഇനിയിപ്പം വേറൊരു ഓഫീസിൽ പോയി ജോലിക്ക് ചേർന്നാലും ഇങ്ങനെ തന്നെ കാണിക്കുകയാണെങ്കിൽ നീ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, അത് പിന്നെ ഞാൻ വേറെ ഒന്നും കൊണ്ടും അല്ല, ഇപ്പം എൻ്റെ മൈനസ് ഞാൻ നോക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അയാളുടെ മൈനസും കൂടെ നോക്കുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അയാൾക്ക് അങ്ങനെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ എനിക്കിതിലും വലിയ പ്രശ്നങ്ങൾ വരുമല്ലോ. കാരണം ഞാനൊരു വലിയ നുണ പറഞ്ഞാണ് അവരുടെ കുടുംബത്തിലേക്ക് ചെല്ലാൻ പോകുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ? അതുമല്ല, ഞാനിപ്പം സുധീനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സമയത്ത്
ഈ കള്ളത്തരമൊക്കെ പൊളിയുന്നൊരു സമയത്ത് എന്നെ ശ്രുതി അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ശ്രുതി മാത്രം എന്നെ അംഗീകരിച്ചാൽ മതി, ആ വീട്ടുകാർ അംഗീകരിക്കണമെന്നില്ല, പക്ഷെ ശ്രുതി മാത്രം അംഗീകരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ശ്രുതി ചെയ്ത ഈ ഒരു തെറ്റ് അത് തെറ്റായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ തെറ്റിനെ ഞാൻ മറയ്ക്കുന്ന പോലെ ആയിപ്പോവില്ലേ? ആ ഒരു സമയത്ത് ചിലപ്പം ശ്രുതി അതും ക്ഷമിച്ചെന്ന് വരില്ല. ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പം അമ്പടി കേമി നീ കൊള്ളാലോ, അപ്പം നീ അപ്പം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ നീ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചത്? എനിക്കറിയാം ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ലെന്ന് എനിക്കറിയാം. നമ്മൾ എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നും എനിക്കറിയാം. പക്ഷേ ഈ കാര്യം ഞാൻ ശ്രുതിയോട് പറഞ്ഞാൽ ശ്രുതിക്ക് ചിലപ്പോൾ അത് വിഷമമാകും. ശ്രുതി വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ വിഷമത്തിന് ശ്രുതിയും കൂടെ പങ്കുചേരണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും പഠിച്ച കള്ളി തന്നെയാണ് ശ്രുതി എന്ന് മനസ്സിലാക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലേ. കാരണം എന്തു വിദഗ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇതൊക്കെ മുൻകൂട്ടി കാണുകയാണ് നമ്മുടെ ശ്രുതി. ഇനിയിപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടില്ല എങ്കിൽ താൻ ശ്രുതിയെ കുറ്റം പറഞ്ഞ് അടിച്ചമർത്തുമ്പം തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി കുറ്റം പറയുമെന്നറിയാം. അപ്പോൾ അതുപോലെ തന്ത്രപരമായിട്ട് ചന്ദ്രയ്ക്ക് പറ്റിയ മരുമകളാണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ വർഷേനെയാണ് കേട്ടോ. അപ്പം വർഷ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അപ്പം അങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിർത്തു എന്ന് പറയുന്നു, വർഷ തന്നെ പറയുക. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്ന് അയാൾ ചോദിച്ചു, ഇതെന്താ നന്നായിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എന്തിനാ നിർത്തുന്നത്? ഒരു ഇമോഷണൽ സീനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തിനാ നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനിതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ല ഈ ക്യാരക്ടറിന് ഡബ്ബ് ചെയ്യുന്ന ആൾ എവിടെയെന്ന് ചോദിച്ചപ്പം അവരിന്ന് വന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ഇത് തന്നതെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെ ഡബ്ബ് ചെയ്യാന്ന്, ആ ഒരു കഥ പോലും അറിയാതെ ഡബ്ബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും അയാൾ ഓരോ ന്യായങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിലായിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് ഏതായാലും ഫുഡ് കഴിക്കണം, ഏതായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാളോട് നമ്മുടെ അവിടെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾ നിൽപ്പുണ്ട്. അതായത് ഈ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സീരിയൽ നടിമാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളോട് പറഞ്ഞു ഫുഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം, അതും നല്ല വെറൈറ്റി ഫുഡാകണം, ദോശയോ ഇഡലിയോ അങ്ങനെയൊന്നും എനിക്ക് വേണ്ട, വെറൈറ്റി ഫുഡ് തന്നെ വേണമെന്ന് പറയുമ്പോൾ, അയ്യോ മാം ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വെറൈറ്റി ഫുഡ് എന്ന് പറയുമ്പോൾ അത് എന്തെടുത്ത് തരുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ ഇത് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രീകാന്ത് ഒരു പുതിയ ഹോട്ടലിൽ പോയല്ലോ, അപ്പോൾ ശ്രീകാന്ത് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്, മേഡത്തിന് ഇങ്ങനെ വെറൈറ്റി ഫുഡ് വേണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ മേഡത്തിനൊരു പുതിയ വെറൈറ്റി ഫുഡ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നു. പക്ഷേ ഇത് വർഷയാണെന്നോ അന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ പോയ പെണ്ണാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും അവർ തമ്മിലൊരു ചെറിയ സംഭാഷണമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷം തന്നെയാണ് വരുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക, അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.